ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തിങ്കളാഴ്ച തീർച്ചയായിട്ടും പുതിയൊരു ട്രേഡിംഗ് വീക്കിലേക്കും ഒപ്പം തന്നെ നിഫ്റ്റി സെപ്റ്റംബർ സീരീസിൻ്റെ ഒരു അവസാന വീക്കിലേക്ക് കൂടിയാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഇതേ കാലയളവിലായിരുന്നു നിഫ്റ്റി 50യെ സംബന്ധിച്ചൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 25,260 എന്നൊരു നിലയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു അല്ലെങ്കിൽ ഈ ഒരു പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുമായിട്ടൊരു സ്ഥിതി പരിശോധിക്കുമ്പോഴേക്കും അപ്സൈഡ് മൂവ്മെൻറ്റിലേക്ക് പോകാനായിട്ട് നിഫ്റ്റി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും പലവിധ കാരണങ്ങളാൽ ആ ഒരു മൂവ്മെൻറ്റിനെ ക്യാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൊമസ്റ്റിക് ഫാക്ടേഴ്സിനേക്കാൾ ഉപരി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് ആ ഒരു ബുൾസിൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഈ വീക്കിലേക്ക് കിടക്കുമ്പോഴേക്കും കഴിഞ്ഞ വീക്കിൽ വെള്ളിയാഴ്ചയിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും 25,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 25,028.75 എന്നൊരു നിലയും ലോ എന്ന് പറയുന്നത് 25,286.3 എന്നൊരു നിലയുമാണ്. അതായത് 25,200 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു മൊമെൻറ്റം തുടർന്നിരുന്നു എങ്കിൽ നിഫ്റ്റി 50 ഒരു ഓൾ ടൈം ഹൈ അല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ളൊരു കുതിപ്പിനൊരു സാധ്യത കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും മാർക്കറ്റ് അവേഴ്സിന് ശേഷം പുറത്തു വന്നിരുന്ന H1B1 വിസകൾക്ക് മേൽ ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ, അതായത് കുത്തനെ ഫീസ് ഉയർത്തിയത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സർവീസ് മേഖലയ്ക്കേറ്റ കനത്തൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതുവരെ മെർക്കൻഡൈസ് സെക്ഷനിൽ മാത്രമായിരുന്നു താരിഫ് ഇമ്പോസിഷൻ വന്നിരുന്നത് എങ്കിൽ ഇന്നലത്തെ ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഡയറക്റ്റായിട്ട് സർവീസ് മേഖലയിലേക്കൊരു ഇമ്പാക്റ്റാണ് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്ത്യൻ നിക്ഷേപകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അടിയായിരുന്നു. ഇത് ഇന്ന് വിപണിയിൽ ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ടോണിലേക്ക് നയിച്ചേക്കാം എന്നൊരു എക്സ്പെക്റ്റേഷനാണ് പല അനലിസ്റ്റുകളും ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഇന്ന് സെപ്റ്റംബർ 22 GSTയുടെ പുതിയ GST നിരക്കുകൾ നിലവിൽ വരികയാണ്. ഇന്നലെ വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മിഡിൽ ക്ലാസ്സിനും സാധാരണക്കാർക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്ന തരത്തിലായിരിക്കും ഇനി വരുന്ന GST നിരക്കുകൾ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പ്രത്യേകിച്ചും നാളെയോടുകൂടി നവരാത്രി സീസൺ ആരംഭിക്കുകയാണ്. ഒരു ഫെസ്റ്റീവ് സീസൺ ഇനി അടുത്തൊരു 3 മാസത്തേക്ക് ഒരു ഫെസ്റ്റീവ് സീസണ് ഇന്ത്യൻ വിപണി സാക്ഷ്യം വഹിക്കുമ്പോൾ ആ ഒരു ഫെസ്റ്റീവ് സീസണിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് GST സെപ്റ്റംബർ 22 തന്നെ നിലവിൽ വന്നതെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ തോതിലൊരു കൺസംഷൻ ബൂമിന് തന്നെ ഒരു പക്ഷേ ഈ ഒരു GSTയിലെ പരിഷ്കാരങ്ങൾ മാറ്റം കുറിച്ചേക്കാം എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരു വശത്ത് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തിരിച്ചടികളും മറുവശത്ത് ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡിനെ ഉയർത്താനായിട്ട് വേണ്ടുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ ഒരു പക്ഷേ ഇന്ന് വിപണിയിൽ റിഫ്ലക്റ്റ് ചെയ്തേക്കാം. ഇതിൽ ഏത് ഫാക്ടറിനോടായിരിക്കും കൂടുതലായിട്ട് വിപണിയുടെയും നിക്ഷേപകരുടെയും റിയാക്ഷൻ എന്നതാണ് ഈ ഒരു വീക്കിൽ വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കുക എന്ന് തന്നെ പറയാം. ഇനി ആഗോളതലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യാനായിട്ട് US വിപണികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഫെഡിൻ്റെ തീരുമാനങ്ങൾ വന്നത്. അതിന് പിന്നാലെ ലേബർ മാർക്കറ്റിലും ആശ്വാസകരമായിട്ടുള്ള ഡേറ്റകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രതിസന്ധിയിലായിരുന്ന ഇൻറ്റലിനെ രക്ഷകനായിട്ട് NVIDIA അവതരിച്ചതുമൊക്കെ വലിയ തോതിൽ നിക്ഷേപകർക്ക് ഒരു പുത്തനുണർവാണ് നൽകിയിരുന്നത്. പൊതുവെ ഒരു പോസിറ്റീവ് ടോൺ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടൊരു റാലിയായിരുന്നു കഴിഞ്ഞ വീക്കിൽ US സൂചികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, നമുക്ക് US വിപണികളിലേക്ക് തന്നെ പോകാം. US വിപണികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ വീക്കിൽ പൊതുവേ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ സർവകാല ഉയരവും മറികടന്നുള്ളൊരു കുതിപ്പായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചില സെഷനുകൾ നേരെ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വെള്ളിയാഴ്ച ഒരു സ്ട്രോങ് നോട്ടിൽ ക്ലോസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ച് കഴിഞ്ഞ വീക്കിൽ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനിയും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സമയമായിട്ടുള്ള വീണ്ടും ഒരു മുന്നോട്ടേക്കൊരു റാലിക്കുള്ളൊരു സാധ്യതയുണ്ട് എന്ന്. ആ ഒരു പ്രതീക്ഷ തന്നെയാണോ ഇപ്പോഴും പങ്കുവച്ചിരിക്കുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് ഒരുപക്ഷെ അമേരിക്കയുടെ ബിസിനസ് രംഗത്തും അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ സർവീസ് മേഖലയ്ക്കും തിരിച്ചടിയാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലൊരു സാധ്യത കാണുന്നു കേട്ടോ. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ്, നാസ്ഡാക്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല.
ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബാങ്കിങ് സ്റ്റോക്സ് എസ്പെഷ്യലി നമ്മൾ സിറ്റി ബാങ്ക്, JP Morgan, ബാങ്ക് ഓഫ് അമേരിക്ക, ഗോൾഡ്മാൻ സാക്സ്, ബ്ലാക്ക് റോക്ക് മുതലായ സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോൾ ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് തുടരുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് ഒരു വീക്ക്നെസ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണുന്നില്ല. ചുരുങ്ങിയത് ഒരു 400 പോയിന്റിന്റെ നേട്ടമെങ്കിലും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു മിക്സഡ് ബാഗ് ടെക് മേജേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിലും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ലെവലിൽ നിന്നും അഗെയിൻ ഒരു 300 മുതൽ 400 പോയിന്റ് നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. സോ ടെക് സ്റ്റോക്സിൽ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെസ്ല, അതുപോലെ തന്നെ ആപ്പിൾ, ഈ 2 സ്റ്റോക്സ് ആയിരുന്നു കഴിഞ്ഞ 3-4 മാസത്തിനിടെ അമേരിക്കൻ വിപണിയിൽ അണ്ടർ പെർഫോം ചെയ്തത്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഈ ഒരു 2 സ്റ്റോക്സ് ടെക് റാലിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എൻവിഡിയയിൽ ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചത്തെ ട്രേഡിങ്ങിന് ശേഷം നമുക്ക് ഒരു കൺസോൾട്ടേഷന് ശേഷം പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കുന്നുണ്ട്. $181 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടത്തിലാണ് ക്രൂഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇസ്രായേലിനെതിരെ ഈജിപ്റ്റ് വീണ്ടും അവരുടെ അതിർത്തിയിൽ ശക്തമായിട്ടുള്ളൊരു പടയൊരുക്കം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഈ ഒരു പലസ്തീനെതിരെ ആക്രമണം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന തിരിച്ചടികൾ ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലേക്കാണ് ഇപ്പോൾ ക്രൂഡ് എത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് തുടർച്ചയായിട്ടൊരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഡെയിലി ബേസിസിൽ ഈ ഒരു ക്രൂഡിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രൂഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? ക്രൂഡിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, ക്രൂഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ക്രൂഡിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് $61 ലെവലിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു $5 ഇടിവെങ്കിലും നമുക്ക് ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. ബട്ട് ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ ക്രൂഡ് $65.25 അതിനുശേഷം $67.50 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. സർ, ഗോൾഡിലേക്ക് വരുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് സെപ്റ്റംബർ 16-ാം തീയതി ആയിരുന്നു ഒരു ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള $3707 എന്നൊരു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും കാര്യമായ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഹൈ ലെവൽസ് ഓൾമോസ്റ്റ് ഒരു 3650 എന്നൊരു റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഗോൾഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിനെ സംബന്ധിച്ച് നിലവിൽ പല അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴൊരു ഓവർബോട്ട് സോണിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും അപ്സൈഡ് മൊമെന്റത്തിനുള്ളൊരു സാധ്യതയെ അവർ തള്ളിക്കളയുന്നില്ല. ഗോൾഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ ടേക്ക് എന്താണ്? നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സ്വർണത്തിന്റെ കേസിൽ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് $3744. ആ ഒരു റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി വീണ്ടും നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആ ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു $20 മുതൽ $30 നേട്ടം സ്വർണത്തിന്റെ കേസിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതേസമയം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $3650 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്ന് തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമായിട്ടൊരു ദിവസമാണ്. 2 തരത്തിലുള്ള ന്യൂസുകൾ വിപണിയെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒന്ന്, പുതിയ GST നിരക്കുകൾ ഇന്ന് നിലവിൽ വരികയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ്സിനും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് നിലവിൽ വന്നതെന്നും അതൊരു പക്ഷേ ഇന്ത്യയുടെ ഈ ഒരു പുറത്തേക്കുള്ള, അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്കോണമി ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. അതിനപ്പുറം മറുവശത്തേക്ക് പരിശോധിക്കുമ്പോഴേക്കും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു H-1B വിസകൾക്ക് മേലുണ്ടായ ഫീസിൽ കുത്തനെയുള്ളൊരു വർധനവും ഒക്കെ വലിയ തോതിൽ ഒരു പക്ഷേ വിപണിക്കൊരു തിരിച്ചടി ആയേക്കാം എന്നൊരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞൊരു വീക്ക് പരിശോധിക്കുമ്പോൾ പൊതുവേ 25,200 എന്നൊരു ലെവലിന് മുകളിൽ ഒരു ഏകദേശം ഒരു ബുധനാഴ്ചയോട് കൂടി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും ആ ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ 25,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ഓഗസ്റ്റ് 29-നായിരുന്നു നമുക്കൊരു ബോട്ടം കാണാൻ സാധിച്ചത്. അവിടെ നിന്നും കറക്ഷൻ ഒന്നും നൽകാതെ
20 ദിവസം നീണ്ടു നിന്ന ഒരു ബുള്ളിഷ് റാലി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നാച്ചുറലി അതിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഷോർട്ട് ടേം ഓൾസോ ഹാസ് ടേൺഡ് ബുള്ളിഷ്. ബട്ട് ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നാച്ചുറലി നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 25,000 പോയിന്റും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 24,800. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 24,800 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു H-1B വിസയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അതൊരു മെർക്കൻറ്റൈസ് സെക്ടറിലായിരുന്നു പ്രധാനമായിട്ടും ഇമ്പാക്റ്റ് ചെയ്തിരുന്നത്. അതായത് സർവീസ് മേഖലയിൽ കാര്യമായതുപോലെ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് വരാതെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഒരുപക്ഷെ ഒരു ഫീസ് വർധനവ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുക ഈ ഒരു സർവീസ് സെക്ടറിലാണ്. ഈ ഒരു തീരുമാനം വിപണിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ മാർക്കറ്റ് ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോഴേക്കും നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു 5-8 മാസം നീണ്ടു നിന്ന ഒരു വലിയ കറക്ഷൻ ആയിരുന്നു നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി IT ഇൻഡെക്സ് ഒക്കെ നേരിട്ടത്. ബട്ട് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കിടെ നമുക്ക് വീണ്ടും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വിപണിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നു. നാച്ചുറലി അതിനെ തുടർന്ന് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു റാലിയെ തുടർന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഇന്ന് ഒരുപക്ഷെ എസ്പെഷ്യലി ഏർലി മോർണിംഗ് ട്രേഡിൽ ഒരുപക്ഷെ നീഡ് റിയാക്ഷൻ എസ്പെഷ്യലി ഇൻ ടെക്നോളജി സ്റ്റോക്സ് കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളൊക്കെ നമ്മൾ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ റെഡി ആവണം. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും the short term trend is definitely bullish. And Nifty IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 35,500 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 35,500 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, ഏതായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 55,458.85 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം പ്രത്യേകിച്ചും വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് ഇടയിൽ നമ്മൾ കണ്ടിരിക്കുന്ന റാലി ആൻഡ് റിക്കവറിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് ബുള്ളിഷ്. ബട്ട് ഞാൻ നേരത്തെ നിഫ്റ്റി 50 പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ എസ്പെഷ്യലി നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ 54,000 മുതൽ 54,400 ഈ റേഞ്ചിലുള്ള സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബട്ട് നിഫ്റ്റി ബാങ്കിങ് സെക്ടർ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഏറ്റവും അധികം നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് HDFC ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ് കോട്ടക് ബാങ്ക്. നമുക്ക് ആക്സിസ് ബാങ്കിന്റെ കേസിൽ നല്ലൊരു റിക്കവറി കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അതിനെ തുടർന്ന് ആക്സിസ് ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ആക്സിസ് ബാങ്ക്, ഈ സ്റ്റോക്സിലായിരിക്കും നമ്മൾ ഫോക്കസ് മുഴുവൻ കൊടുക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ബാങ്കിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ ആക്സിസ് ബാങ്ക് അടക്കമുള്ള ഓഹരികളുടെയൊക്കെ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോഴും PSU ബാങ്ക് ഓഹരികളുടെ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ്. പല ഓഹരികളിലും വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രീമിലി ബുള്ളിഷ് ആയ സോണിലേക്ക് പലതും മാറിയിട്ടുണ്ട്. പൊതുവെ PSU ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇതിൽ താങ്കൾ ഏതെങ്കിലും ഓഹരികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിന് വളരെ സ്ട്രോങ് ആയിട്ട് 7,300 പോയിന്റിലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 7,600. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 8,050 ആ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത്. PSU ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഇൻഡസ്ട്രി ഹെവി വെയിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ന്യൂ ഓൾ ടൈം ഹൈ. കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്മോൾ ക്യാപ് PSU ബാങ്ക്സ് അതിൽ എടുത്തു പറയാനുള്ളത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്.
ഈ സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ മറ്റ് ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് കൂടി വരികയാണെങ്കിൽ ആദ്യത്തേത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു 3 ദിവസം മുമ്പുള്ള ഒരു അപ്ഡേഷൻ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറിന് തയ്യാറെടുക്കുന്നതടക്കമുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 0.5% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? SARയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നു 223 രൂപയില. 6 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 232, അതിനുശേഷം 245 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഈ റെസിസ്റ്റൻസ് ലെവൽസ് ഒക്കെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഒരു സൈലന്റ് റണ്ണർ എന്ന് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി 50 വിശേഷിപ്പിക്കാവുന്ന ഒരു ഇൻഡെക്സ് ആയിരുന്നു നിഫ്റ്റിയുടെ മെറ്റൽ സൂചിക. മെറ്റൽ സൂചികയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ ഒരു 2025 വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ചും ഈ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% മുകളിൽ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. മെറ്റൽ സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മെറ്റൽ സൂചികയിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ട്രിഗേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് 10,180 ആൻഡ് അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 10,350. ഈ 2 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിൽ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില അപ്ഡേഷൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ സിങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ ഒരുപക്ഷെ മെറ്റൽ ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമിംഗ് ഓഹരിയായിട്ടാണ് ഹിന്ദുസ്ഥാൻ സിങ്കിനെ കാണുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 470 രൂപയിൽ കാണുന്നു. 6 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ബട്ട് എൻറ്റയർ മെറ്റൽ സ്പേസ് നോക്കുമ്പോഴേക്കും വേദാന്ത ആൻഡ് ഹിന്ദുസ്ഥാൻ സിങ്ക് ഈ 2 സ്റ്റോക്സ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരിക്കലും പെടുത്തത്തില്ല. കാര്യം ഈ 2 സ്റ്റോക്സിനും ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദ ഫൈനാൻഷ്യൽസ്. സർ, അപ്പോൾ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിലേക്ക് കൂടി വരികയാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് 0.85% ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടായിരുന്നു. സെപ്റ്റംബർ 12 വളരെ മാസീവായിട്ടുള്ളൊരു ബൈയിങ് നടക്കുകയും ഇപ്പോഴും ഏകദേശം ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഓഹരിക്ക് സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പറിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ നമുക്ക് നിഫ്റ്റി 50യോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഓഗസ്റ്റ് 29 ശേഷം കാണാൻ സാധിച്ചത്. ആൻഡ് നിഫ്റ്റി 50യോടൊപ്പം തന്നെ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 255 മുതൽ 260 രൂപ വരെ. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 287 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. സർ, അപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മാസീവായിട്ടുള്ളൊരു പ്രകടനം നടത്തിയ ഓഹരിയായിരുന്നു സെയിലിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ശക്തമായ നോട്ടിൽ 2.5% മുകളിലൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെയിൽ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്റ്റീൽ അതോറിറ്റിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 142 അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 128 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ചില ഡിഫൻസ് ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ആദ്യത്തേത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികളുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ എക്സ്പെക്റ്റേഷൻ എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലെ ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഒത്തിരി മാസങ്ങളുടെ ഒരു ഹെൽത്തി കറക്ഷന് ശേഷം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആയി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1730 മുതൽ
780 രൂപ വരെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഈ ഷോർട്ട് ടേം ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 1915, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1955. 1955 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 2050, 2100, 2180. സർ, അപ്പം പാരസ് ഡിഫൻസിലേക്ക് കൂടി വരികയാണ്. പാരസ് ഡിഫൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം 1% മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഏകദേശം സെപ്റ്റംബർ 12 ശേഷം തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുകയും കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് കൺസോളിഡേറ്റഡ് മോഡിലേക്കാണ് ഓഹരി നീങ്ങിയിരിക്കുന്നത്. പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പോലെ തന്നെ നമുക്ക് പാരസ് ഡിഫൻസിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിലും ഫോം ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന് 680 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 764 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 810, 850, 890 ഇതായിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സർ, അതായത് ഈ ഒരു പുതിയ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി ആയിട്ട് GST പരിഷ്കാരങ്ങൾ വന്നപ്പോൾ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി ആയിട്ട് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് കർഷകരാണ്. കർഷകരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ ഒരു ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ സംബന്ധിച്ചിട്ടുള്ള പല പ്രതീക്ഷകളും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ദീപക് ഫെർട്ടിലൈസേഴ്സിൻ്റെ കേസിലേക്കാണ്. ദീപക് ഫെർട്ടിലൈസറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു ഏകദേശം ഒരു സെപ്റ്റംബർ 12 ശേഷം, അല്ലെങ്കിൽ സെപ്റ്റംബർ 15 ശേഷം നല്ലൊരു മുന്നേറ്റം നടത്തുകയും 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് നേരിയ തോതിലുള്ള ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റുമാണ് കാണുന്നത്. ദീപക് ഫെർട്ടിലൈസേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ദീപക് ഫെർട്ടിലൈസറുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1300 മുതൽ 1360 ഈ റേഞ്ചിലുള്ള സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ലഭിക്കണമെങ്കിൽ 1520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, ഈ ഒരു ഫെർട്ടിലൈസർ സ്റ്റോക്കിൽ താങ്കളുടെ ഫോക്കസിലായിട്ട് ഏതെങ്കിലും ഓഹരികളുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഫെർട്ടിലൈസർ സ്റ്റോക്സിൽ കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. FACTയുടെ കേസിൽ നമ്മൾ 1040 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയെ കഴിഞ്ഞ 2-3 മാസത്തിനിടെ നയിച്ചത് പാരാദീപ് ഫോസ്ഫേറ്റ് ആയിരുന്നു. പാരാദീപ് ഫോസ്ഫേറ്റ് കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുന്നിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം വളരെ മേജർ ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ 158 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. രാഷ്ട്രീയ കെമിക്കൽസിന്റെ കേസിൽ അഗെയിൻ FACTയെ പോലെ തന്നെ ദി സ്റ്റോക്ക് ഇസ് ട്രെൻഡിങ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 166 രൂപയായിരിക്കും. 166 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അടുത്തതായിട്ട് പവർ ഗ്രിഡിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. പവർ ഗ്രിഡിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 1% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിന് ശേഷം ഇന്നലെ വളരെ മാസീവായിട്ടുള്ള സെല്ലിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പവർ ഗ്രിഡ് ഓഹരികളിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പവർ ഗ്രിഡിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മേജർ സപ്പോർട്ട് 280 രൂപയെ കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് റിവർ ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ 293 അതിനുശേഷം 302 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സർ, അടുത്തതായിട്ട് ഫാർമ ഓഹരികളിലേക്കാണ് വരുന്നത്. ഫാർമ ഓഹരികളിൽ ആദ്യം ചോദിക്കുന്നത് നാറ്റ്കോ ഫാർമയെ ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഈ ഒരു ഓഹരി കഴിഞ്ഞൊരു ജൂലൈ 24 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞൊരു വ്യാഴാഴ്ച നല്ലൊരു ബൈയിങ് വന്നിരുന്നു എങ്കിൽ പോലും പിന്നീട് വീണ്ടും വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നാറ്റ്കോ ഫാർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നാറ്റ്കോയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് 960, അതിനുശേഷം 1065 കാണുന്നുണ്ട്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ.
സർ, അടുത്തായിട്ട് ഫൈസർ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ഫൈസറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റിൻ്റെ അവസാനത്തോടു കൂടി പിന്നീട് ഇങ്ങോട്ടേക്ക് സെപ്റ്റംബർ കംപ്ലീറ്റ് ആയിട്ടൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടുള്ളൊരു ഇടിവായിരുന്നു, വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫൈസറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുക 3600 ഏപ്രിൽ മാസത്തിലായിരുന്നു നമുക്ക് ഇതിന്റെ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം ജൂൺ മാസം വരെ ഈ സ്റ്റോക്ക് വലിയൊരു റാലി ആയിരുന്നു നമുക്ക് നൽകിയത്. ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 4750 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 5325 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അടുത്തായിട്ട് ആരതി ഫാം ലാബ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ആരതി ഫാം ലാബ്സിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച ഏകദേശം ഒരു 3.25% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ആരതി ഫാം ലാബ്സിലൂടെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ആർടി ഫാം ലാബ്സിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എങ്കിലും ജൂലൈ മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 780 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 980. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്കൂടി വരികയാണ്. ആദ്യത്തേത് BSE ലിമിറ്റഡ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് കൈവശം ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ 2050 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 2425 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 2600 രൂപയാണ്. സർ, അപ്പോൾ തന്നെ HDFC ബാങ്കിലേക്ക് കൂടി വരികയാണ്. HDFC ബാങ്ക് ഓഹരികളെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു അണ്ടർ പെർഫോമിംഗ് ഓഹരിയായിട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെയും 1%-ലധികം, വെള്ളിയാഴ്ചയും 1%-ന് മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. HDFC ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, HDFC ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് കോട്ടക് ബാങ്കിന്റെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. HDFC ബാങ്കിന്റെ വീക്ക്നെസ് കാരണം മാത്രമാണ് നിഫ്റ്റി ബാങ്കിങ് ഇൻഡെക്സിനും അതുപോലെ തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സിനും നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നൽകാൻ സാധിക്കാതെ പോകുന്നത്. സോ HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 990 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മേജർ റെസിസ്റ്റൻസ് പിന്നീട് കാണുന്ന 1020 രൂപ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 920 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 920 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോ നിക്ഷേപം നടത്തുന്നതിന് മുമ്പും കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഇവിടെ എത്തിയിരിക്കുന്ന പ്രദീപ് സാറിന് യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ സോളിസിറ്റേഷനോ അല്ല നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. സോ പ്ലീസ് നിങ്ങളൊരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നടത്തുക. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് അല്പസമയത്തിനകം നിങ്ങളോടൊപ്പം മാർക്കറ്റ് സ്ക്രീനറിൽ വിഷ്ണുവും ഒപ്പം തന്നെ മുഹമ്മദ് സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.